പത്രമൊക്കെ പലപ്പോഴും ബി.ജെ.പിക്കെതിരെ അല്ല, ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു? ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്? അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ഇതേ നിലപാട് സഭയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ നില ദീപിക എന്ത് നിലപാട് തുറന്നാലും സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ചില വ്യക്തികൾ വഴി. അപ്പം അത്തരം ആളുകളെ അത് എത്ര രൂപയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പാലക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ, എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കാം, പറഞ്ഞാൽ സഭ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട. സഭയുടെ മുഖപത്രമായിട്ട് നിന്ന് അത് ഏത് ബി.ജെ.പിക്ക് കുറ്റമുണ്ടോ കുറ്റം പറയട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതിനകത്ത് ചില ഇൻവെസ്റ്റേഴ്സിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 3-4 കോടി രൂപ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചിട്ട് അവരുടെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് അവർ സഭയുടെ പോളിസി ദീപിക എന്ത് പറയുമ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്? സഭാമുഖപത്രം അല്ലേ? അവരുടെ രാഷ്ട്രീയം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഭാമുഖപത്രം എന്നുള്ള പേര് ദീപികയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവുകളോ? 100%. ഞാൻ അതിനകത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പേരൊന്ന് പുറത്തുവിടാവും, ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരൊന്ന് പുറത്തുവിടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ പേര് പറഞ്ഞാൽ നിങ്ങൾ പോലും കൊടുക്കില്ല, നിങ്ങൾക്ക് പരസ്യം തരുന്ന കമ്പനിയാണ് പ്രധാനപ്പെട്ട അതിനകത്തുള്ളത്. നിങ്ങളുടെ ചാനലിൽ പോലും പരസ്യം തമ്മിൽ ഒരു വലിയ കമ്പനിയുണ്ട്. പൈസ കൊടുക്കുന്നു. സഭയുടെ കണ്ണായ സ്ഥലങ്ങൾ, ദീപികയുടെ കൊല്ലത്തുള്ള സഭയുടെ കണ്ണായ സ്ഥലം നിസ്സാര വിലയ്ക്ക് ഈ കമ്പനി എഴുതിയെടുത്തുകൊണ്ട് പോയി, ദീപിക കടത്തിലാണെന്ന് പറഞ്ഞ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ കയ്യിൽ നിന്നും ദീപിക കൈപ്പറ്റിയ പരസ്യങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം മാറിപ്പോയെന്ന്, മനസ്സിലായില്ലേ? കർണാടക ഗവൺമെൻറ്, അതുപോലെ തെലങ്കാന ഗവൺമെൻറ്, ഹിമാചൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പരസ്യങ്ങൾ ആര് വഴി വന്നു, അവർക്ക് വേണ്ടി എന്ത് പണിയാണ് ഇവർ ചെയ്തേക്കുന്നത്, ഇതൊക്കെ അന്വേഷിക്കണം. ഞാൻ ഇതെല്ലാം പിതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ തന്നെ തീരുമാനം. ദീപികയ്ക്കെതിരെയുള്ള പരാതി കൃത്യമായി സഭാപിതാക്കന്മാരെ ഔദ്യോഗികമായി രേഖപ്പെടുത്തും, ഒരു നിമിഷം.